യെസ്, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ ഗൾഫ് മേഖല വലിയ ആശങ്കയിൽ തന്നെയാണ്. ഖത്തറിലെ അമേരിക്കൻ എയർബേസിലേക്ക് ഇറാന്റെ ആക്രമണമുണ്ടായി എന്ന വിവരങ്ങൾ വരുന്നു. 6 മിസൈലുകൾ തൊടുത്തുവിട്ടതായാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. US സൈനിക താവളങ്ങളിലാണ് ആക്രമണമുണ്ടായിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആകാശത്തോടെ മിന്നിമാഞ്ഞു പോയുന്ന മിസൈലുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. നേരത്തെ തന്നെ എയർപോർട്ടിൽ നടക്കം ചില യാത്രക്കാർ പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ആകാശത്ത് ചില ഫ്ലയേഴ്സ് കണ്ടതായി അവർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ആക്രമണമാണ് എന്ന സ്ഥിരീകരണമാണ് വരുന്നത്. തലങ്ങും വിലങ്ങും ഒന്നും ഇങ്ങോട്ടാണല്ലേ വരുന്നേ. ഓ വെച്ച് പൊട്ടിക്കാണ്, ആകാശത്ത് പൊട്ടിക്കാണ്. വരുന്നത് ആകാശത്ത് പൊട്ടിക്കാം. അതെ അതെ, പലയിടങ്ങളിൽ നിന്നായി അവിടെ നിന്നുള്ള ആളുകൾ ഫോൺ വഴിയൊക്കെ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇത്. ആകാശത്തു നിന്നുള്ള മിസൈലുകൾ അവിടെ നിന്ന് പാഞ്ഞു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇത്. എന്തായാലും ഇറാൻ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിലെ US സൈനിക താവളങ്ങളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 6 മിസൈലുകൾ അയച്ചു എന്നാണ് ഇറാൻ തന്നെ വ്യക്തമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഫൈസൽ ഹംസ ചേരുന്നുണ്ട്. ഫൈസൽ, ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണമാണ്, അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ സ്ഥിരീകരണം വരികയാണോ ഇപ്പോൾ? ദിവ്യ, അല്പസമയം മുമ്പ് ഖത്തർ തലസ്ഥാനമായ ദോഹയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പകർത്തിയ, ഖത്തറിലെ മലയാളി പ്രവാസികളടക്കം പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വ്യോമപാത അടച്ചതിന് പിന്നാലെ ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് ഖത്തറിലെ അമേരിക്കൻ വ്യോമ താവളം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. 6 മിസൈലുകൾ അയച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. അൽ ജസീറ ടിവിയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 എണ്ണം ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർത്തു. 3 എണ്ണം വ്യോമതാവളത്തിൽ പതിച്ചതായാണ് ഇപ്പോൾ അൽ ജസീറ അറബിക് TV റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഔദ്യോഗികമായ സ്ഥിരീകരണമല്ലെങ്കിലും ഖത്തറിലെ അമേരിക്കൻ എയർബേസ് അൽ ഉദൈദ് എയർബേസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയാൽ അമേരിക്കയിലെ മേഖലയിലെ വ്യോമതാവളങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ അറിയിച്ചിരുന്നതാണ്, മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. മാത്രമല്ല, ആക്രമണത്തിന് ശേഷവും ഇറാൻ അറിയിച്ചിരുന്നത് അമേരിക്ക നടത്തിയ ഈ കടന്നുകയറ്റത്തിന് മറുപടി നൽകും എന്ന് തന്നെയായിരുന്നു. ആ മറുപടി ഇപ്പോൾ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് ഖത്തറിലെ വ്യോമതാവളത്തിന് നേരെയാണ്. ആ ആക്രമണമാണ് 10 മിനിറ്റ് മുമ്പ് ഇപ്പോൾ നടന്നത്. മീഡിയ വണ്ണിന്റെ ഓഫീസിലടക്കം ഇതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ദോഹയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടതായിട്ട് ആളുകൾ നേരത്തെ തന്നെ നമ്മളെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇറാൻ അമേരിക്കൻ വ്യോമതാവളത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിനാലായിരിക്കണം, ഇക്കാര്യത്തിലുള്ള സൂചനകൾ ലഭിച്ചതിനാലായിരിക്കണം വ്യോമപാത, ഖത്തറിന്റെ വ്യോമപാത ഇന്ന് ഖത്തർ സമയം ഏതാണ്ട് വൈകിട്ട് 6 മണിയോടുകൂടെ തന്നെ അടച്ചിട്ടിരുന്നു. ഖത്തറിന്റെ വ്യോമപാത നിമിഷങ്ങൾക്കകം തന്നെ ശൂന്യമായി മാറിയിരുന്നു. ഖത്തറിലേക്ക് വരികയും ഖത്തറിൽ നിന്ന് പോവുകയും പുറപ്പെടുകയും ചെയ്തിരുന്ന വിമാനങ്ങളെല്ലാം വഴിമാറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മസ്കറ്റ് അടക്കമുള്ള വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ഇത്
ഈ റൂട്ട് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം താൽക്കാലികമായാണ് ഇത്തരത്തിൽ ഒരു വ്യോമപാത അടച്ചിട്ടുള്ളത് എന്നായിരുന്നു. 9 മണിയോടുകൂടെ തന്നെ സർവീസുകളെല്ലാം സാധാരണ രീതിയിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. താൽക്കാലികമായി അടച്ചിട്ടു എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഖത്തറിൽ ആക്രമണം നടത്തിയതായിട്ട് ഖത്തറിലെ അമേരിക്കൻ ബേസിൽ